ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പുടിൻ ഇന്ത്യൻ ടൈം 8 മണിക്ക് ഇന്ത്യയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് പുടിനെ നേരിട്ട് എയർപോർട്ടിൽ ചെന്ന് സ്വീകരിക്കുന്ന ആ ഒരു രംഗമാണ് ഉണ്ടായത്. പിന്നെ പുടിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 5 ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട്. 5 ലെയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും ഇതേ അവസ്ഥ തന്നെയാണ്, അതേപോലെ റഷ്യൻ പ്രസിഡന്റ് വന്നാലും അതേപോലത്തെ അവസ്ഥയാണ്. പുടിൻ 2000 ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. 2000 പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 2000 നമ്മൾ അമേരിക്കയുടെ കനത്ത സാങ്ഷൻ്റെ കീഴിലായിരുന്നു. നമ്മൾ ആണവായുധ പരീക്ഷണം നടത്തിയിട്ട് അമേരിക്കയുടെ സാങ്ഷൻസ്, അതേപോലെ തന്നെ അമേരിക്ക കടുത്ത സമ്മർദ്ദം ഇന്ത്യക്ക് മേളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അതായത് ഇറാനെ എങ്ങനെയാണോ ന്യൂക്ലിയർ ഡീലിലേക്ക് വരുമെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് പോലെ അമേരിക്ക നമ്മളെയും ന്യൂക്ലിയർ ഡീലിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നതാണ്. അത് പിന്നീട് മൻമോഹൻ സിംഗ് ആണ് പോയി സൈൻ ചെയ്തത്. അപ്പോൾ എന്തായാലും മൻമോഹൻ സിംഗ് ചെയ്ത വളരെ മഹത്തരമായ കാര്യങ്ങളിൽ ഒന്നുകൂടിയാണത്. അതും കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഈ 5 ലെയർ പ്രൊട്ടക്ഷനിൽ പുടിൻ്റെ സെക്യൂരിറ്റി ടീം ഓൾറെഡി തന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ സെക്യൂരിറ്റി ഗാർഡുമായിട്ട് ചേർന്നിട്ട് ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം അവർ മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ്. പ്രൈം മിനിസ്റ്റർ വരും എന്നുള്ളത് എവിടെയും ആരെടുത്തും അറിയിച്ചിട്ടില്ല, ഒരു രീതിയിലുള്ള മെസ്സേജും കൊടുത്തിട്ടില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് പ്രൈം മിനിസ്റ്റർ പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ സാഹചര്യങ്ങൾ പല ഒക്കേഷൻസിലും ഇന്ത്യക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ച സമയത്തും ഇതേപോലെ പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് പുടിൻ ഈ ബഗി എന്ന് പറഞ്ഞ ഒരുതരം വാഹനത്തിൽ പ്രൈം മിനിസ്റ്ററെ കൊണ്ടുപോയി വസതിയൊക്കെ ചുറ്റിക്കറങ്ങി കാണിച്ചൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ അവിടെ സംഭവിച്ചതുപോലെയൊക്കെ ഇവിടെയും സംഭവിക്കുന്നു എന്നുള്ളത് മാത്രം. ഇപ്പോൾ 2000 നമ്മൾ നോക്കി കഴിഞ്ഞാൽ അന്ന് KR നാരായണനായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ്. KR നാരായണനെയൊക്കെ പുടിൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ചുകൂടെ യങ് ആയിരുന്നു, 25 വർഷത്തിന് മുമ്പല്ലേ. അപ്പോൾ ആ രീതിയിൽ ഫുട്ടേജസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. അതേ പുടിൻ 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ന് റഷ്യയുടെ മേളിൽ ഇതേപോലെ അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യമാണ്. ആ ഒരു കോഇൻസിഡൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രമാത്രം ഈ ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഓർമ്മിപ്പിച്ചത്. അപ്പം 2022 പുടിൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്ന്. ശരിക്കും ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നത് 2000 വന്ന വിസിറ്റ്. കാരണം അന്ന് ഇന്ത്യക്ക് മേളിൽ ഉപരോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2025 25 വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥാനത്ത് റഷ്യ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരുപാട് ബോണ്ടുണ്ട്. ഇന്ന് ഗ്ലോബൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്, ന്യൂഡൽഹിയാണ്. അവിടെയാണ് ശരിക്കും ഗ്ലോബൽ ഹാപ്പനിങ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഡിസ്കഷനിൽ വരുന്നുണ്ട്. പ്രാഥമികമായിട്ട് റഷ്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അടങ്ങുന്ന ഒരു ടീം, റിസർവ് ബാങ്കിൻ്റെ ടീമൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം. അപ്പോൾ ഈ മീറ്റിംഗ് പ്രധാനമായിട്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക പുനിറ്റീവ് താരിഫൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ തുടരെ എണ്ണ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ ചർച്ചയാകുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ താരിഫ്, ഇന്ത്യക്ക് മേളിൽ അമേരിക്ക ഏർപ്പാടാക്കിയിരിക്കുന്ന താരിഫിനെ കുറിച്ച് റഷ്യ ബോധേഡാണ്. അത് റഷ്യയുടെ ക്രെംലിൻ്റെ സ്പോക്സ് പേഴ്സൺ ദിമിത്രി പെസ്കോവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് പുടിൻ ഇന്ത്യ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ക്രെംലിനിൽ നിന്നും ഈ ഒരു വാർത്ത പുറത്തു വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യ അതിനെ റിസോൾവ് ചെയ്യാനും കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്ട്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതായത് അതെന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വരുന്ന 2030 ഇന്ത്യ റഷ്യ ട്രേഡ് $100 ബില്യൺ എത്തിക്കണം എന്നാണ് നിലവിലെ ധാരണ. അപ്പോൾ അതിനെക്കുറിച്ച്, അതായത് എങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് നികത്താം. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ശരിക്കും റഷ്യയുടെ നിന്ന് ഏറ്റവും കൂടുതൽ സാധനം ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാരണം നമ്മൾ ഓയിലാണ് വാങ്ങിക്കുന്നത്. അപ്പം മാസീവായിട്ടുള്ള പർച്ചേസാണ്. അപ്പോൾ അതിനെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് റഷ്യയ്ക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ ചൊല്ലി ഒരു ഡ്രാഫ്റ്റ്, വ്യക്തമായിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ചില ധാരണകൾ ഏർപ്പാടാക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ചില മേഖലകൾ, അതിൽ F&B തൊട്ട് ഉണ്ട്, അതായത് ഇതിനകത്ത് ഫുഡ് ഇൻഡസ്ട്രി തൊട്ട് പല മേഖലകൾ ഇതിനകത്ത് അവർ പരാമർശിക്കുന്നുണ്ട്. അതായത് ഈ $100 ബില്യൺ ട്രേഡ് എന്നുള്ള ആ ഒരു അച്ചീവ്മെന്റ് എങ്ങനെ സാധിക്കും, അപ്പോൾ അതിനുള്ള ഒരു റോഡ് മാപ്പ്, അതിനെക്കുറിച്ചാണ് ഡിസ്കഷൻ നടന്നത്. അപ്പോൾ അതിനകത്ത് കെമിക്കൽസ്, റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ്, കൺസ്യൂമർ ഗുഡ്സ്, അതുപോലെ ഫുഡ് പ്രോഡക്ട്സ്, ഇങ്ങനെ പല രീതിയിലുള്ള മെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും പർച്ചേസ് നടത്തണം. അല്ലെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയാലും വേണ്ടില്ല, പക്ഷേ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ടിങ് റഷ്യയിലേക്ക് നടക്കണം എന്നുള്ളതിൽ വളരെ കർശനമായിട്ടുള്ള ടോക്കാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് വരുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളുടെ പൈസ ഒരുപാട് റഷ്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുപോലെ ഇന്റർ ബാങ്ക് കോപ്പറേഷൻ അത് തുടങ്ങാനുള്ള സംവിധാനം, തുടങ്ങാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യക്ക് ഇവിടെ ഇന്ത്യക്കുള്ളിൽ റൂബിളിൽ ട്രേഡ് നടത്താനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര എഫക്റ്റീവായിട്ട് ഇതുവരെ യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളും
നമ്മളുടെ കറൻസി കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം റഷ്യ കുറേ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇന്ത്യൻ കറൻസി കയ്യിൽ ഒരുപാട് കുമിഞ്ഞുകൂടി, അത് വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ കുറച്ച് കറൻസി മാറ്റി തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചൈനീസ് കറൻസി വെച്ച് അവർക്ക് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ കറൻസി ചൈനയിലേക്ക് കൊടുത്തിട്ട് ചൈനയിലേക്ക് വരുന്ന ചൈനയിലേക്ക് വരുന്ന റഷ്യൻ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇന്ത്യ സമ്മതിച്ചില്ല. അപ്പോൾ ഇങ്ങനെ റുപ്പി ട്രാൻസാക്ഷൻ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ ഇപ്പം അതിന് ബദൽ മാർഗമായിട്ട് വന്നിരിക്കുന്നത്. ഇന്റർ ബാങ്ക് ഓപ്പറബിലിറ്റി ഉള്ള ഇന്റർ ബാങ്ക് കോപ്പറേഷൻ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വോസ്ട്രോ അക്കൗണ്ട് തുറന്നു കൊടുത്തിരുന്നെങ്കിലും ആ അക്കൗണ്ട് അത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല റഷ്യക്ക്. അതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം. അപ്പം ബാക്കിയുള്ള എമൗണ്ടുകൾ വെച്ചിട്ട് ഈ ട്രേഡിലൂടെ ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാൻ, ഈ ട്രേഡിലൂടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും റഷ്യ ഇറക്കുമതി ചെയ്യുന്ന രീതിയിലേക്ക് വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായക തീരുമാനം എടുക്കേണ്ടി വരും. ഇവിടെയൊക്കെയാണ് നെഗോസിയേഷൻ്റെ പ്രാധാന്യം വരുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം വലിയ രീതിയിൽ ഗ്ലോബലി ചർച്ച ചെയ്യപ്പെട്ടാലും ഇന്ത്യ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് ഇന്ത്യക്ക് മുന്നിൽ വഴങ്ങുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത്. വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ പതിയെ ഓയിൽ അങ്ങ് കുറയ്ക്കും. അതായത് ഇത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കാര്യങ്ങൾ നീക്കുന്നത്, അല്ലാതെ അമേരിക്ക പറഞ്ഞിട്ടോ യൂറോപ്പ് പറഞ്ഞിട്ടോ അല്ല. ഇന്ത്യ വിളിച്ച് വൃത്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് അങ്ങ് ലോങ് ടേമിൽ തുടരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 രൂപ കുറച്ച് തന്നാലും ഒരുപക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം രൂപപ്പെടും. ആ സാഹചര്യം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വഴി ഒരുക്കരുത്. റഷ്യ എടുത്ത്. അപ്പോൾ റഷ്യ അതിനനുസരിച്ച് 2030 നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇറക്കുമതി കൂട്ടിക്കോണം. എന്നാൽ മാത്രമാണ് ശരിക്കും ഈ ഒരു സ്പെസിഫിക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതായത് ഓയിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കാരണം യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിന്നെ വില താരതമ്യേനെ ഒരു നോർമൽ ലെവലിൽ വരും. പിന്നെ ഈ ഒപെക് പ്ലസ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്നിട്ട് ഇവർ പ്രൈസ് കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൈസിലേക്ക് തന്നെ റഷ്യ വീണ്ടും എണ്ണ വില ഉയർത്തും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഇന്ത്യ ഇതേപോലെ റഷ്യ എടുത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അടുത്തുള്ള ട്രേഡ് ഡെഫിസിറ്റ് റഷ്യ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു സൈഡ് മീറ്റിംഗ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പറയേണ്ട വിഷയങ്ങൾ, എത്ര ഫ്രണ്ട് ആയിരുന്നാലും പറയേണ്ട വിഷയങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുടിൻ ഇന്ത്യയിൽ എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു വ്യോമപാത, അത് ശരിക്കും പറഞ്ഞാൽ റഷ്യയിൽ നിന്നും കസഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വയ ഇന്ത്യ, ഇതാണ് യൂസ് ചെയ്ത റൂട്ട്. യൂറോപ്യൻ രാജ്യങ്ങളെ ടച്ച് ചെയ്യാതെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തത്. അതുപോലെ നാളെ തുടരെ പല വിഷയങ്ങളിലുള്ള ചർച്ച ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ചർച്ച നടക്കാനുണ്ട്. അതേപോലെ ഇപ്പം നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് അജിത് ഡോവലുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ അതുപോലെ തുടരെ പുടിനും ബിസിയാണ്, പ്രൈം മിനിസ്റ്ററും ബിസിയാണ്. നല്ല രീതിയിലുള്ള മീറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം 2 ദിവസത്തെ സന്ദർശനമാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് പല കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. S-400 കൂടുതൽ യൂണിറ്റുകൾ റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതേപോലെ ആർട്ടിക് ഓഷൻ ഐസ് ബ്രേക്കറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യക്കും ഐസ് ബ്രേക്കർ വേണം എന്നുള്ള താല്പര്യമുണ്ട്. കാരണം ഇന്ത്യ ആണെങ്കിൽ ആർട്ടിക് റീജിയനിൽ നടത്താൻ പോകുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഐസ് ബ്രേക്കറുകളുടെ ആവശ്യമുണ്ട്. ഞാൻ റഷ്യ എടുത്ത് 46-ലധികം ഷിപ്പുകൾ ഐസ് ബ്രേക്കേഴ്സ് ഉണ്ട്. അമേരിക്ക എടുത്ത് ഒരെണ്ണേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള അങ്കലായ്പ് ട്രംപ് ഓൾറെഡി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഉയർന്നു വരുന്ന കടൽ മാർഗമുള്ള ഈ ഒരു ചരക്ക് നീക്കത്തിന് എളുപ്പത്തിൽ ഇന്ത്യക്ക് വേണ്ട രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസ് ബ്രേക്കർ ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ റഷ്യ എടുക്കുന്നത് ലീസിനെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് നമ്മൾ 2019 ഒരു തവണ നമ്മൾ 3 മില്യൺ ചിലവാക്കിക്കൊണ്ട് നമ്മൾ ലീസിനെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ അത് പുതുക്കിക്കൊണ്ട് 2 മില്യൺ ചിലവാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ ലീസിനെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് 1-2 ഐസ് ബ്രേക്കർ ഷിപ്പുകൾ വേണം എന്നാണ് ഇന്ത്യയുടെ താല്പര്യം. ആ ഒരു താല്പര്യം കൂടി ഇന്ത്യ റഷ്യ എടുത്ത് അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക അത്ര വലിയ വിഷമത്തിലൊന്നുമില്ല. അമേരിക്ക ഇതിനെ വലിയ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒന്നും തന്നെ കാണുന്നില്ല. ശരിക്കും അവർ വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അമേരിക്കയ്ക്കെതിരെ യൂറോപ്പ് നല്ല രീതിയിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനെതിരെയാണ് അമേരിക്ക നിലപാടെടുക്കുന്നത് എന്നുള്ള ആരോപണമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ലീഡേഴ്സ് എല്ലാം കൂടി ചേർന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ചൈനയിലേക്ക് മാക്രോൺ അയച്ചിരിക്കുന്നത്. മാക്രോൺ ചൈനയിൽ എത്തിയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, പുടിൻ ഇന്ത്യയിലേക്ക് യാത്ര നടത്തുന്നതിൽ യൂറോപ്പിന് വിയോജിപ്പുണ്ട്, ഇല്ലാന്നില്ല. യൂറോപ്യൻ ലീഡേഴ്സ്, ഫ്രാൻസിന്റെയും UK-യുടെയും യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഫോറിൻ അംബാസഡേഴ്സ് ഇന്ത്യക്കുള്ളിൽ നിന്നും ഈ വിയോജിപ്പ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിനെതിരെ ഇന്ത്യ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഫോറിൻ അംബാസഡേഴ്സ് ആണ്, അല്ലാതെ നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അവരുടെ താല്പര്യപ്രകാരം നടത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്നും ഒപ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സാമാന്യ മര്യാദ വേണം. അതാണ് അവർ കാണിക്കാത്തത്. അതിന് ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ അവർ തയ്യാറായില്ല. അവർ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുണ്ടായിരുന്നു, അവർ പറഞ്ഞു, അത് കഴിഞ്ഞു. അപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ ചൈനയിൽ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്, ശരിക്കും പ്രൈം മിനിസ്റ്റർ മോദി ഇന്ത്യ എന്താണോ സ്ട്രാറ്റജി അമേരിക്കയ്ക്കെതിരെ എടുത്തത്, അതേ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ യൂറോപ്പ് എടുത്തിരിക്കുന്നത്.
യൂറോപ്പ് നേരെ ഇപ്പോൾ ചൈനയിലേക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോയിരിക്കുകയാണ്. അതായത് ചൈനയിലേക്ക് പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആവും എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനം. അതാണ് യൂറോപ്യൻ യൂണിയൻ ഇമ്മാനുവൽ മാക്രോണിലൂടെ നടപ്പിലാക്കുന്നത്. പക്ഷേ ചൈന എന്തിനും ഓക്കെയാണ്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന സഹായിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മാക്രോൺ അവിടെ പോയി നിന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വളരെ ബാലിശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊക്കെ. അതായത് ഉക്രൈന് എന്ത് വേണം, ഉക്രൈൻ എന്ത് വേണം, റഷ്യ എന്ത് വേണം എന്നുള്ളത് ഓൾറെഡി തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കൃത്യമായ തീരുമാനം എടുത്ത് കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് മാക്രോൺ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. അമേരിക്കയ്ക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. അമേരിക്ക കൃത്യമായിട്ട് യൂറോപ്പിനെ ഐസോലേറ്റ് ചെയ്തുകൊണ്ട് ഉക്രൈൻ്റെ ഭാഗങ്ങൾ റഷ്യക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ യൂറോപ്പും അമേരിക്കയും അടിച്ചു പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ യൂറോപ്പിന് അടിച്ചു പിരിയൽ എന്നുള്ള സംഗതിയൊന്നുമില്ല. അവർക്ക് എത്ര തവണ ബീട്രയൽ കിട്ടിയാലും അവർ വീണ്ടും അമേരിക്ക എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും നിൽക്കുക. കാരണം ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഓരോ രാജ്യങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ട് കാല് പിടിക്കുന്ന ആൾക്കാരാണ്. 2027 വരെ ഞങ്ങൾ റഷ്യയുടെ ഓയിൽ പർച്ചേസ് ചെയ്യും എന്നുള്ള തീരുമാനം കൂടി അവർ പുതുക്കിയിട്ടുണ്ട്. ഇപ്പം 2027 വരെ ഞങ്ങൾ റഷ്യൻ ഓയിൽ എനർജി പർച്ചേസ് ചെയ്യുമെന്ന്. അതായത് യുദ്ധം നടന്നാലും നടന്നില്ലെങ്കിലും അവർ 2027 വരെ പർച്ചേസ് ചെയ്യും. 2027 വരെ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നെങ്കിൽ അതുവരെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. 2027 ആകുമ്പോൾ വീണ്ടും 1 ഇയറിലേക്ക് ഇവർ ഇത് പുതുക്കും. കാരണം ഇവർക്ക് വേറെ സോഴ്സ് ഇല്ല. ആഫ്രിക്കൻ സൈഡിൽ നിന്നൊക്കെ നല്ല തിരിച്ചടിയാണ് കിട്ടുന്നത്. ഫ്രാൻസ് ഒക്കെ പൊട്ടി പാളിസാകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനർജി ഷോർട്ടേജ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യ തന്നെയാണ് അവർക്കുള്ള സോഴ്സ്. അത് അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആയുധ കച്ചവടങ്ങൾ നടത്താനും ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജർമ്മനി ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ആരോ 2 എന്ന് പറഞ്ഞ ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, 3 യൂണിറ്റ്. അതിനവർ പറഞ്ഞിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേലിന്റെ ഉള്ളിൽ ആരോ 2 എന്ന് പറഞ്ഞ ഈ ഒരു മിസൈൽ സിസ്റ്റം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് അവർ 3 ആരോ എയർ ഡിഫൻസ് സിസ്റ്റം ജർമ്മനി പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റഷ്യയുടെ ഓസനിക് എന്ന് പറഞ്ഞ മിസൈലിനെ വരെ തടയാൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള അവകാശവാദമുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ കണ്ടറിയണം. ഇറാന്റെ മിസൈലുകൾ തന്നെ 5 or 6 തവണ ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് മൾട്ടിപ്പിൾ വാർഹെഡുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വരുന്ന സമയത്ത് ആരോ 2-നും ഇച്ചിരി പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു സാധനം വേണം. അപ്പോൾ അതിനിപ്പം ഇസ്രായേലിന്റെ ആരോ 2 ഏതാണ്ട് 4 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ്. 4 ബില്യന്റെ ഡീൽ ഇസ്രായേലുമായിട്ട് ജർമ്മനി ഒപ്പിട്ട് ആരോ 2 മിസൈൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യക്കുള്ളിൽ പുടിൻ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. സാധാരണ ഗ്ലോബൽ ലീഡേഴ്സ് ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതേ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പേടി. ആ പേടി വേറൊന്നും കൊണ്ടല്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പക്കൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ഐസോലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാങ്ഷൻസ് വല്ലതും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു അങ്കലാപ്പ്, ആ ഒരു അൺസ്റ്റെബിലിറ്റി. അപ്പം ജനങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു വിശ്വാസം പോരാ. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയാലും ശരി തന്നെ, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പേടി. പക്ഷേ ഇത് വാങ്ങാൻ പറ്റിയ സമയമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇച്ചിരി താഴ്ന്നിരിക്കുന്ന സമയം, പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. സ്റ്റോക്കുകൾ തിരഞ്ഞുപിടിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. നല്ല ഗ്രോത്ത് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ പെർഫോം ചെയ്യുന്ന കമ്പനികളിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലോങ് ടൈമിനൊക്കെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിലുള്ള പുൾ ബാക്കിലോട്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ രീതിയിലുള്ള സൂചനകളാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഈ 1-2 ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും. തീർച്ചയായും അത് കഴിഞ്ഞിട്ട് പുടിന്റെ വിസിറ്റ് കഴിയുന്നതോടുകൂടി അമേരിക്കയുടെ സൈഡിലുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വരുന്നതോടുകൂടി വീണ്ടും ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ആ സമയത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ നിങ്ങൾക്കും കൂടി ഷെയർ ഉണ്ടെങ്കിൽ ആ ലാഭം നിങ്ങൾക്കും കൂടെ കിട്ടുന്നതായിരിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഞങ്ങൾക്ക് പെർഫോമൻസേ ചെയ്യില്ല എന്നുള്ള രീതിയിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഈ പൈസയെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ ഈ മണി എന്ന് പറഞ്ഞത് ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഇതിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ ശീലിക്കണം. ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ ശീലിച്ചു കഴിഞ്ഞാൽ പൈസ കുറേ ഉണ്ടാവും. പക്ഷേ ഇതിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ ശീലിക്കാതെ മണി ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ വളരെയധികം അതിനെ സ്നേഹത്തോടു കൂടി ആർത്തിയോടുകൂടി അതിനോട് പെരുമാറിക്കഴിഞ്ഞാൽ അത് ചിലപ്പം കൈവിട്ട് പോവുകയും ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ പൈസ മുടക്കി ഒരു സാധനം വാങ്ങിക്കുന്നു, അപ്പോഴത്തേക്ക് അതൊരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിന് നിങ്ങൾ എത്രമാത്രം കെയർ കൊടുക്കും? അതാ വാങ്ങിക്കുന്ന സമയം ഓക്കെയാണ്. പിന്നീട് നമ്മൾ അതിനെ സാധാരണ ഒരു സാധനമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ പൈസ അങ്ങനെയല്ല. പൈസ എപ്പോഴും പുതിയതാണ്, അത് ഏത് സാഹചര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് സ്വാഭാവികമായിട്ട് പൈസയോട് ഒരു ഭ്രമമുണ്ട്. പക്ഷേ ആ ഭ്രമം പൈസയെ മറ്റുള്ളൊരു മെറ്റീരിയലെ പോലെ തന്നെ കാണാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയുമായിട്ടൊരു ഡിസ്റ്റൻസ് വരും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഡിസിഷൻ എടുത്ത് ആ പൈസ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കില്ല് ഡെവലപ്പ് ആയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആൾക്കാർ കുടുംബത്തിന് ചെലവിന് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. നിങ്ങളുടെ അടുത്തൊരു 100 രൂപയെങ്കിലും 100 രൂപ അഡീഷണൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം, ഇത് പോയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് സേവിങ്സ് ആണ്.
കാരണം ഇതൊക്കെ പൈസയുടെ കളിയാണ്. പൈസ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്ത്യയുടെ കറൻസി മൂല്യം, ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ ഡോളറിനെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പലരും സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടായിരുന്നു. ഇതിനകത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൈസയുടെ മൂല്യം താഴോട്ട് പോകുമ്പോഴത്തേക്കും സന്തോഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അതേപോലെ സങ്കടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ഇത് രണ്ടും ഇല്ലാത്ത രീതിയിലുള്ള ഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് സന്തോഷപ്പെടുന്ന ആൾക്കാർ നോക്കൂ, NRIs അവർ നാട്ടിലേക്ക് പൈസ അയക്കുന്നു. തുച്ഛമായ പൈസ ശമ്പളം വാങ്ങിക്കുന്ന 500, 600, 1000 ദർഹംസ് അഥവാ ഡോളേഴ്സ് ഇതേപോലെയൊക്കെ വിവിധ കറൻസികളിൽ ശമ്പളം വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മാസം അയക്കുന്നത് വെച്ച് അവർക്ക് മാസം തട്ടിക്കൂട്ടി പൈസ അയക്കുമ്പോഴത്തേക്കും കഷ്ടിച്ച് കുറച്ച് എമൗണ്ട് ഇന്ത്യക്കുള്ളിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഇന്ത്യയുടെ കറൻസി വാല്യൂ താഴോട്ട് പോകുമ്പോൾ അവർ നിരന്തരം മാസം അയച്ചുകൊണ്ടിരിക്കുന്ന പൈസ തന്നെയായിരിക്കും അവർ അയക്കുന്നത് ആ ഫോറിൻ കറൻസിയിൽ. പക്ഷെ അവർക്ക് ഇന്ത്യക്കുള്ളിൽ അതിന് കൂടുതൽ മൂല്യം കിട്ടും. അപ്പോൾ അവർക്കത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പർച്ചേസ് നടത്തുന്ന ആൾക്കാർ വിവിധ തരത്തിലുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞുപിടിച്ച് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ്. അവർക്കും അത് ഹാപ്പിയാണ്. നിങ്ങൾ നോക്കൂ, സങ്കടപ്പെടുന്ന ആൾക്കാർ ആരായിരിക്കും? സങ്കടപ്പെടുന്ന ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദേശ രാജ്യത്ത് അയച്ച് പഠിപ്പിക്കുന്നവർ. അപ്പോൾ അവർക്ക് ഇന്ത്യക്കുള്ളിൽ നിന്നും അവർക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. മാസം ഫീസ് അടയ്ക്കുന്ന പാരൻസ് ഉണ്ടാവും. അതേപോലെ സ്കൂൾ ഫീസ്, അവരുടെ ഫുഡ് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള പൈസ, ചിലവിനുള്ള പൈസ ഒക്കെ അയച്ചു കൊടുക്കുന്ന പാരൻസ് ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അവർക്കത് സങ്കടമാണ്. ഇതാണ് പൈസ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് അതിൻ്റെതായിട്ടുള്ള സ്വഭാവം കാണിക്കും. അതനുസരിച്ച് നമ്മൾ ഒരു 1-2 റുപ്പി താഴോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൈസയാണ്. ഇതിന്റെ മൂല്യം എപ്പോഴും കയറിയും ഇറങ്ങിയും ഇങ്ങനെ വരും. പക്ഷേ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മൂല്യം സ്ഥായിയായ ഒരു നിലയിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ആ ചാലഞ്ച് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻസ് മിനിസ്ട്രിയുടെയും റിസർവ് ബാങ്കിൻ്റെയൊക്കെ പണി. ആ പണി അവർ വൃത്തിയായിട്ട് ചെയ്താൽ ഇത് സംഭവിക്കത്തില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഴ്ച വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കാണേണ്ടതാണ്. അമേരിക്കയുടെ ഈ താരിഫ് നിലനിൽക്കുന്നതും പുടിൻ എന്ന് പറഞ്ഞ ഒരു ലോക നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കപ്പാസിറ്റി ഉള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ കമ്പനികൾ കുറേ അധികം ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതും, ആ രാജ്യങ്ങളിലേക്ക് താല്പര്യമുള്ള ഇതുപോലത്തെ കമ്പനികൾ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇങ്ങനൊരു പേടി രൂപപ്പെടും, ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി വരും എന്നുള്ളത് മുൻകൂട്ടി കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അത് മാത്രമാണ് പറയാനുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന അൺസർട്ടനിറ്റി താൽക്കാലികമാണ്, അത് വൈകാതെ തന്നെ മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കയറ്റിറക്കങ്ങൾ നമ്മൾ ഒരുപാട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വാർത്തകൾ പലതും വന്നിട്ടുള്ളതുമാണ്. നിഫ്റ്റി ആയാലും ശരി തന്നെ, മിഡ് ക്യാപ്പ് ഫണ്ടുകളെല്ലാം തന്നെ പല രീതിയിലും താഴോട്ട് ഇടിഞ്ഞു പോയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വീണ്ടും നമ്മൾ കരകയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പലതരത്തിലുള്ള മീറ്റിംഗ്സ് ഒക്കെ നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. അതുമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ചുള്ള വാർത്തകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.